ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അടുത്ത ക്ലാസ് ആയിട്ടാണ്. അതായത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ഇംഗ്ലീഷാണ്. എന്നുവെച്ചാൽ ബേസിക്കായിട്ട് നമുക്ക് എങ്ങനെയാണ് ചില വേർഡ്സും അതേപോലെ തന്നെ സെൻറ്റൻസും എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പം നമുക്ക് നോക്കാം ബേസിക് ഇംഗ്ലീഷ് എന്തൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യേണ്ട ചില വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ഐ ആണ്. ഐ എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ എന്നാകുന്നു. ഓക്കെ. പിന്നെ ആം നമ്മൾ ആം എന്ന് പറയത്തില്ല. ആം എന്ന് പറയുമ്പോൾ ആകുന്നു. അപ്പോൾ രണ്ടും കൂടി ചേരുമ്പോൾ അയാം എന്ന് പറയുമ്പോൾ ഞാനാകുന്നു. പിന്നെ നമ്മൾ ആമൈ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൾട്ടായിട്ട് ആമൈ എന്ന് വെച്ചാൽ പറയുമ്പോൾ ഞാനാണോ എന്ന് നമ്മൾ ചോദിക്കത്തില്ല. ഞാനാണോ, അതിന് ഇംഗ്ലീഷിൽ പറയാം ആമൈ. പിന്നെ ഐ ആം ആൻ ആർട്ടിസ്റ്റ്, ഞാനൊരു കലാകാരനാണ് എന്നുള്ള രീതിയിൽ. ആം ഐ ആൻ ആർട്ടിസ്റ്റ് ഇത് വരുമ്പോൾ ഒരു ചോദ്യം പോലെ, ഞാനൊരു കലാകാരനാണോ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലെയാണ് ഇവിടെ. ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ആ രീതിയിലാണ് വരുന്നത്. പിന്നെ എസ് ഐ ആം ആൻ ആർട്ടിസ്റ്റ്, അതെ ഞാനൊരു കലാകാരനാണ്. നോ ഐ ആം നോട്ട് എ കുക്ക്, അല്ല ഞാനൊരു പാചകക്കാരനല്ല. പിന്നെ അടുത്തത് വരുമ്പോൾ ഐ ആം എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണ്. ആം ഐ എ ഡോക്ടർ, ഞാനൊരു ഡോക്ടറാണോ എന്ന രീതിയിൽ നമ്മൾ ചോദിക്കത്തില്ല, അതുപോലെയാണ്. ഓക്കെ. പിന്നെ ഐ ആം എ പെയിൻറ്റർ, ഞാനൊരു പെയിൻറ്ററാണ്. പിന്നെ ആം ഐ എ പെയിൻറ്റർ, ഞാനൊരു പെയിൻറ്ററാണോ എന്ന രീതിയിലാണ് വരുന്നത്. വന്നിട്ട് ഐയും ആമും വെച്ചിട്ടുള്ളൊരു വേർഡ്സും പിന്നെ അതിന് വരുന്ന പറ്റിയ സെൻറ്റൻസുമാണ് ഇപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ. അടുത്തത് ഐ വാസ്, ഞാനായിരുന്നു. ഐ വാസ് എ നേഴ്സ്, ഞാനൊരു നേഴ്സായിരുന്നു. വാസ് ഐ എ നേഴ്സ്, ഞാനൊരു നേഴ്സായിരുന്നുവോ. എസ് ഐ വാസ് എ നേഴ്സ്, അതെ ഞാനൊരു നേഴ്സായിരുന്നു. നോ ഐ വാസ് നോട്ട് എ നേഴ്സ്, അല്ല ഞാനൊരു നേഴ്സായിരുന്നില്ല. ഐ വാസ് എ വർക്കർ, ഞാനൊരു ജോലിക്കാരനായിരുന്നു. വാസ് ഐ എ വർക്കർ, ഞാനൊരു ജോലിക്കാരനായിരുന്നുവോ. ഐ വാസ് എ ബേക്കർ, ഞാനൊരു റൊട്ടി ഉണ്ടാക്കുന്നവനായിരുന്നു. വാസ് ഐ എ ബേക്കർ, ഞാനൊരു റൊട്ടി ഉണ്ടാക്കുന്നവനായിരുന്നുവോ. ഐ വാസ് എ ഫാർമർ, ഞാനൊരു കർഷകനായിരുന്നു. വാസ് ഐ എ ഫാർമർ, ഞാനൊരു കർഷകനായിരുന്നുവോ. ഇപ്പോൾ ഇതാണ് ബേസിക്കായിട്ടുള്ള ഇംഗ്ലീഷ്. നമ്മളിപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഐയും ആമും ഒക്കെ വെച്ചിട്ട് ബേസിക്കായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ചോദ്യമായിട്ട് ഒരാൾ ചോദിക്കുന്ന ചോദ്യം പോലെ അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. സോ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ. ഇപ്പോൾ ഇതുപോലെയാണ് ഈ സെൻറ്റൻസ് നമ്മൾ വെച്ചിട്ട് ഒരു സെൻറ്റൻസ് വെച്ചിട്ട് നമ്മൾ ഈ വേർഡ്സ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. ഇതിൻ്റെ ബാക്കിയും കൂടിയുണ്ട്. സോ വേറെ ലെറ്റേഴ്സ് വേർഡ്സ് വെച്ചിട്ട് അതിന് വരുന്ന ക്ലാസ്സുകളിലായിരിക്കും. ഇത് കുറച്ച് സീരിയസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ ഫസ്റ്റാണ്, ബേസിക് ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയും കൂടിയുണ്ട്. അതപ്പോൾ സെക്കൻഡും തേർഡും ഒക്കെ ആയിട്ട് ഞാൻ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. ഇനിയിപ്പോൾ അതായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ. തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ അതായിരിക്കും പഠിക്കാൻ പോകുന്നത്. ഓക്കെ. സോ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. സോ ഇന്നത്തെ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കുന്നുണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തായാലും എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.